രാജേഷ് വെള്ളാങ്കല്ലൂരാണ്. ഐ ടു ഐസ് ന്യൂസിലൂടെ രാഹുൽ മാങ്കൂട്ടം എന്ന നന്മയുടെ വ്യക്തിത്വമായ ആ വ്യക്തിയെ തകർക്കാൻ ശ്രമിച്ച ഏതൊരുവനും നിലംപരിശാകണം. കാരണം ഇല്ലാത്ത പെൺപീഡനം സൃഷ്ടിച്ച് രാഹുവിനെ ഒതുക്കാൻ നോക്കിയത് മോശം ചതിയായിപ്പോയി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ആ കുഞ്ഞ് പാലക്കാട് തന്നെ ആവണമെന്നില്ല. അങ്ങനെ എവിടെ മത്സരിച്ചാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഞാൻ കൊല്ലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഒരു ഒതുക്കീശൻ എന്ന് പറയുന്ന നെട്ടൂർ ദരിദ്രവാസി, ആ ദരിദ്രവാസിയെ എടുത്ത് പുറത്തു കളഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഒന്നടങ്കം തകരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുവാൻ മറ്റൊരു മാർഗമില്ലാതെ തെരഞ്ഞെടുത്ത ഒരു മാർഗമാണ് പെൺപീഡനം, അല്ലെങ്കിൽ ബലാത്സംഗം, അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് പ്രയോഗം മറ്റൊരുത്തിന്റെ പേരിൽ ആരോപിക്കുക എന്നുള്ളതിൽ മറ്റുള്ളവന് താത്തിക്കെട്ടാൻ ആ പാർട്ടിയിൽ തന്നെ ഉള്ളവർ ശ്രമിക്കുമ്പോൾ പിന്നെ നാട് നന്നാവോ? ഇങ്ങനെയൊരു കാര്യം നന്മയുടെ ഭാവി പത്രം തകർക്കാൻ ശ്രമിച്ച എനിക്ക് രാഹുൽ മാങ്കൂട്ടം ഭാവി പത്രമാണെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസവും അഭിപ്രായവും. ആ ഭാവി പത്രത്തെ വലിച്ചു കീറാൻ നോക്കിയ ഈ പുളപ്പനെ എടുത്ത് അയ്യത്ത് കളഞ്ഞില്ലെങ്കിൽ നാളെ കോൺഗ്രസ് നേതൃത്വം കണ്ണീര് കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സകലവിധ നന്മയും ഞാൻ നേരുകയാണ്. എന്തായാലും ഒതുക്കീശം പൊളിയണം. രാജൻ ജോർജ് ഏനാത്ത്. എൻ്റെ അഭിപ്രായം, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ രണ്ടിടത്തും ഈ രാഹുൽ മത്സരിക്കണം. ഷുവറായിട്ട് പരവുന്ന ജയിക്കുകയും ചെയ്യും. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും രാഹുൽ ജയിക്കുമോ? നിന്നാൽ ജയിക്കും, ഷുവറായിട്ട് ജയിക്കും. അതല്ലേ മറുപടി കൊടുക്കേണ്ടുന്നത്. ഇപ്പൊ രാഹുലിനോട് ചെയ്ത ഈ ദ്രോഹത്തിന് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ യുവമാരുടെ കാല് പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ചതുള്ളൂ. നേരത്തെ ഇവൻ ഈ മാങ്കൂട്ടം രണ്ടിടത്തും നിന്നും മത്സരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു. ഈ രാഹുല് ഈ കേക്കച്ചനെതിരെ മത്സരിക്കാൻ നിന്നാൽ ജനങ്ങൾ ആർക്ക് സപ്പോർട്ട് ചെയ്യും? മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുകയും ജയിക്കുകയും ചെയ്യും. ചെറുപ്പക്കാരുമുള്ള എല്ലാം സ്ത്രീജനങ്ങളെല്ലാം മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യും. രാഹുലിനോട് ഈ കേക്കച്ചൻ ചെയ്തതിനോട് എന്താണ് അഭിപ്രായം? മഴ തെറ്റാണ് അയാൾ കാണിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷനും ഇത്രയും കൂടുതൽ പൊക്കിക്കുന്നതിന് കൂടുതൽ സീറ്റ് കോൺഗ്രസ് കൊണ്ടുവരാറുണ്ട്. ഇലക്ഷൻ സമയത്താണ് ഇവർ ഇത് കുത്തിപ്പൊക്കിയത്. അതുകൊണ്ട് ഇത്രയും സീറ്റ് കിട്ടിയത് തന്നെ വെറുതെ കോൺഗ്രസ്സുകാർക്ക് ഒരു അത്ഭുതമാണ്. എല്ലാവർക്കും പഞ്ചായത്തിന് വോട്ട്, പിന്നെ ചെറിയ ചെറിയ പഞ്ചായത്ത് എല്ലാം UDFിനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ മലപ്പുറത്ത് നിന്ന് ഒരു കോൺഗ്രസ് കുടുംബത്തിലെ ഒരംഗമാണ്. ജന്മം മുതൽ തന്നെ കോൺഗ്രസിനോട് അനുഭവമുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പൊക്കങ്ങോട്ട് എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ കേരളത്തിന് അത്യാവശ്യമാണ്. അവനെ മത്സരിപ്പിക്കണം, അവൻ ജയിക്കണം, അവൻ രാഷ്ട്രീയ ഭാവിയുണ്ട്, കേരളത്തിനൊരു സംരക്ഷണം അവനിൽ നിന്നുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചാനൽ വിജയിക്കട്ടെ, അതിന് വേണ്ടുന്ന ഭാവുകങ്ങൾ. ഹലോ, സുനിൽ ടെറനാണ് വിളിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ രാഹുൽ മാങ്കൂട്ടം രണ്ട് സ്ഥലത്ത് നിന്നാല് എങ്ങനെയാണെന്ന്. രണ്ട് സ്ഥലത്തും ജയിച്ചില്ലെങ്കിലും ഒരു സ്ഥലത്ത് നല്ല ആക്രമണം നടത്താൻ സാധിക്കും, മറ്റേ സ്ഥലത്ത് 100% ജയിക്കും. കാരണം വെച്ചാല് എന്റെ കണക്കൂട്ടലല്ല, എന്റെ ഭാര്യയുടെ കണക്കൂട്ടല. എന്റെ ഭാര്യ ഒരു ടീച്ചറാണ്. അവർക്ക് രാഷ്ട്രീയം എന്നാന്നും മാണി ഗ്രൂപ്പ് എന്നാന്നും കോൺഗ്രസ് എന്നാന്നും അറിയാൻ മേലാത്ത ആളാണ്. ഇന്ന് വരെ ശ്രദ്ധിച്ചില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ടോ പുള്ളിക്കാരത്തി ശ്രദ്ധിക്കുന്നത് ഞാൻ TV വെക്കുമ്പോൾ. ഐ2 സുനിലിന്റെ TV വെക്കുമ്പോൾ ഈ ചാനലും പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്ന ഒരു പുള്ളിക്കാരത്തി ഇവനൊക്കെ എന്നാന്നാ ചോദിക്കുന്നത്. അവൻ നല്ല മിടുക്കനായ പയ്യനാന്നാ പറയുന്നത്. അത് തന്നെയല്ല എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്
ക്യാപ്റ്റൻ രാജൻ നായരുടെ ഭാര്യ, അവര് വരെ അവർ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി താല്പര്യമുള്ള അവര് ഹിന്ദുക്കളാണ്. അവര് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂല. ഞാൻ ആരെയും രാഹുൽ മാങ്കൂട്ടം ഒരു കൊലതാത്തനാണെന്നോ ഒന്നും പറഞ്ഞാൽ ഇന്നുവരെ കേട്ടിട്ടില്ല. മനസ്സിലാക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ സുനിലെ മനസാക്ഷി, മനുഷ്യന്റെ മനസാക്ഷി എന്ന് പറയുന്നത് അവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആക്കി ഈ കേക്കച്ചൻ, ഈ മലയാളികളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആക്കാണ്ട് കേക്കച്ചൻ ആക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ. കാരണം അത്രയും ഒരു എന്നാ കല്ലിൽ എഴുതിയ കവിത പോലെയാക്കി രാഹുൽ മാങ്കൂട്ടം. അപ്പൊ അതിൽ കേക്കച്ചന്റെ ഫോട്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പ്രത്യേകം വെച്ച് എന്നും വിളക്കെത്തിക്കണം. ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞതാണ്. മനുഷ്യന് ഞാൻ ഒരാളെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന കണ്ടിട്ടില്ല, ഒരു പാർട്ടിക്കാരനും ഇല്ലെന്നുള്ള സത്യം. ഞാൻ പറയുന്നത് മെഡിക്കലാണെങ്കിൽ ഒന്നെങ്കിൽ ഇവൻ BJP-ക്കാർ ഇവനെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ LDF കൊണ്ടുപോകും. ഇപ്പം പാലായിൽ സംഭവിച്ച പോലെ ആയി പോകും അവസാനം. നമ്മുടെ പാലായിൽ അറിയാവുന്നതാണ് സംഭവിച്ചത് എന്നാണ്. ഇപ്പൊ കണ്ടില്ലേ, ആ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പോലെ സംഭവിക്കാൻ നല്ല സാധ്യതയാണ്. ഇവനെ ചുമ്മാ പോയി നിന്നാൽ പാലക്കാട്ട് പാട്ടും പാടി ഇയാൾ ജയിക്കും രാഹുൽ മാങ്കൂട്ടം. ആ ഇന്ന് വരെ സംസാരത്തിന് ഒരു വ്യത്യാസമില്ല, ചിരിക്കും. അതുപോലെ പറവൂര് രാഹുൽ നിന്നാൽ കേക്കച്ചന്റെ അടിപടലം പറയുന്നില്ലേ? കേക്കച്ചനെ അവിടെ തോപ്പിക്കണം. അവിടെ തോപ്പിക്കണം എന്ന് വെച്ചാൽ തോപ്പിക്കണം. ഇയാളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്, അല്ലാതെ പിണറായി വിജയനല്ല. അല്ലെങ്കിൽ അവരാരുമല്ല പ്രശ്നം ഉണ്ടാക്കിയ മുഴുവൻ ഇയാളാണ്. ശരിക്കും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. കാരണം പിണറായി ഇവനെ വേട്ടയാടുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ജനങ്ങള് ഇത്തവണ അറിഞ്ഞ് പിണറായിക്ക് ഏറ്റപ്പണി കൊടുത്തത് തെരഞ്ഞെടുപ്പിൽ. ഇതിന്റെ പിന്നിൽ കേക്കച്ചനാണെന്നുള്ള യാഥാർത്ഥ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ മനസ്സിലാക്കും. അത് കളികൾ മുഴുവൻ മനസ്സിലാക്കില്ല. കളികൾ മുഴുവൻ ഇവിടെയല്ല നടക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, എറണാകുളത്ത് കണ്ടില്ലേ, മേയർ സ്ഥാനം വെട്ടിയപ്പോഴത്തേക്കും തൃശ്ശൂരിൽ പണിയാൻ നോക്കിയത് കണ്ടോ? അല്ല, പുള്ളിയുടെ നിലപാടുകളുടെ രാജകുമാരൻ എന്നല്ലേ പറഞ്ഞു കേട്ടത്. നിലപാടുകളുടെ രാജകുമാരൻ ഇപ്പം നമ്മുടെ ഫ്രണ്ടായ അൻവർ എന്റെ സുഹൃത്താണ്. ഞാൻ വിളിച്ചിട്ടുള്ള പുള്ളിയാ, സംസാരിച്ചിട്ടുള്ള പുള്ളിയായിട്ട്. എനിക്ക് വേറെ ബന്ധങ്ങളൊന്നും ഇല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങേരെ പോലും പുള്ളി നിലപാടുകളുടെ രാജകുമാരൻ. എന്ത് നിലപാട് ഇവനുള്ളത്? അവൻ നിലപാടിന്റെ രാജകുമാരനാ. എന്ത് രാജകുമാരൻ? ഇന്നിപ്പോ ഈ ഓണത്തിനകത്ത് ഇപ്പൊ ശബരിമല പ്രശ്നമൊക്കെ വന്ന് ആകപ്പാടെ നിൽക്കുമ്പോഴത്തേക്കാണ് LDF-നാണ് ഏത് കുട്ടിച്ചിട്ടും എവിടെ നിന്നും ജയിക്കുന്ന ഒരു കാലഘട്ടമായി പോയി. അതിന്റെ അല്ലാതെ ഇവന്റെ ഒന്നും ഇവനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അടി ഏറ്റിരുന്നെങ്കിൽ ഇവിടെ എല്ലായിടത്തും UDF തോക്കണമായിരുന്നു. UDF-ന് കിട്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ജനങ്ങൾ കുത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിന്നുവരെ UDF-ന് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ നമ്മൾ വളരെയധികം അടുത്ത ബന്ധങ്ങൾ ഉമ്മൻചാണ്ടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു ഇതിൽ നിന്നെല്ലാം എന്നെപ്പോലെ സമാന ചിന്താഗതിക്കാരെ ആൾക്കാരെല്ലാം മാറിയിട്ടുണ്ടെന്നുള്ള എന്റെ വിചാരം. എവിടെ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയാൻ എനിക്കിപ്പം തോന്നുന്നത് സത്യം പറഞ്ഞാൽ BJP-യുടെ അവരെ ഒന്ന് പരീക്ഷിക്കാനുള്ളൂ. അവർക്കൊന്നും നിലപാടുണ്ടല്ലോ, ഒന്നുമല്ലെങ്കിൽ എവിടെയെങ്കിലും നിലപാടുണ്ടല്ലോ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇനിയിപ്പം BJP-ക്ക് ഒരു പാഠം കൊടുക്കാൻ ഞാൻ പറയുന്നത്. അവരൊരു വർഷം ചെയ്യട്ടെ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ആക്കിയിരിക്കുകയല്ലേ, തമ്മിലടിച്ച് 10 കൊല്ലം മറ്റേ പുള്ളി ഭരിച്ചു. എന്നാൽ ഒന്ന് മാറായിട്ടൊരു അവസരം ഞങ്ങൾക്ക് കൊടുക്കത്തില്ല. ഉടനെ അവൻ കേക്കും വായി വെച്ചു കൊടുത്ത് ഒരുത്തിയെ കൊണ്ട് പറയിപ്പിച്ച് ഒന്നാം തരം ചെറുപ്പക്കാരനെ കോൺഗ്രസിനെ ഇത് തീപാറുന്ന സംസാരമാണ്. അയാളുടെ വായിൽ നിന്ന് എതിരാളികൾ തീ തുപ്പുന്ന പേടിച്ചായിരിക്കുന്നത് ചാനൽ ചർച്ചയിൽ. യോഗ്യതയുണ്ടോ? മാതൃഭൂമിയിൽ വന്ന പഴയ കഥ പ്രൊഫസറുടെ പടച്ചിട്ടെന്ന് പറയുന്നുണ്ട്. പ്രൊഫസർ TV വർക്കിയുടെ ദ ബുക്ക് ഓഫ് കൊട്ടേഷൻസിൽ നിന്നുള്ള കൊട്ടേഷൻസിന്റെ കളിയാണ് ഇയാള്. പഠിക്കാതുള്ള കളികളാണ്. അയാള് ഒന്നെങ്കിൽ അയാള് ശശി തരൂരാണെന്ന് നോക്കുന്നു, ഭയങ്കര ബൈബിൾ പ്രവാചകനാണെന്ന് നോക്കുന്നു, ഇവിടെ ഒരു വക്കീലിനെ വെച്ചല്ല കളിക്കുന്നത്. വക്കീലുള്ള വലിയ വായ്പാട്ടുകാരനാണ്. ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് ഒരു ബന്ധമില്ലാത്ത പുള്ളിയുടെ ഒരു ആരാധനയായിരുന്നു. പക്ഷെ എനിക്കിത് മനസ്സിലായിരുന്നുള്ളത് ഇങ്ങനെ വെച്ച് കളിക്കുന്ന കളിയാണ് ഇത് നടക്കുന്നത് മുഴുവൻ. ഇത് സുനില് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടം. ഞാൻ സുനിലിനെ ഇടയ്ക്ക് പല പ്രാവശ്യം വിളിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ സുനിലെ പിന്നെ കിട്ടുന്നില്ലായിരുന്നു. ഈ എവിടുന്ന് ഈ ക്യാപ്ഷൻസ് കിട്ടുന്നുള്ളതാണ്. സർട്ടിഫൈഡ് വ്യഭിചാരികളോ അതൊക്കെ എവിടുന്ന് കിട്ടുന്ന ആലോചിച്ച്. എന്തൊരു ഉഗ്രമായ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതൊക്കെ നിങ്ങളെ വായിന്ന് ഒരു മമ്മൂട്ടിയെ കൊണ്ട് നമ്മള് വില്ലനെ ഇടിപ്പിക്കുന്ന പറഞ്ഞ പോലെയാ. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ധൈര്യമായിട്ട് പോന്നനായിട്ട് നിൽക്കണം. പറവൂലും നിൽക്കണം. അത് നല്ല ഐഡിയ. ഞാൻ പിന്നെ നല്ല ഐഡിയ. എന്നിട്ട് പണി കൊടുക്കണം, തിരിച്ച് പണി കൊടുക്കണം. പണി കൊടുത്ത് തീരുള്ളൂ ഇത്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാണ്ട് പുള്ളി പഠിച്ചവണി വാങ്ങിട്ട് നോക്കും. ഇവനെന്തിനാ ഇനി സീറ്റ് കൊടുക്കുന്നത്? രാഹുല് സ്വതന്ത്രമായിട്ട് നിന്നാ ജയിക്കുമെങ്കിൽ ഇവന്റെ താങ്ങാൻ പോകുന്നത് എന്തിന്? അവിടെ അറിയാമല്ലോ. അവിടെ പോയി നിൽക്കുമ്പോൾ അറിയാം. അവൻ എല്ലാ വീട്ടിലും സ്വീകാരണം. ഏത് വീട്ടിൽ ചെന്നാലും അവന് ഉച്ചഭക്ഷണമോ വൈകുന്നേരം കാപ്പിയോ കൊടുക്കും. ഏത് വീട്ടിലും. കേക്കത്തിന് ഏത് വീട്ടിൽ നിന്ന് കിട്ടും? ഇവനൊക്കെ എക്സ്പയർ ആയ മെഡിസിൻസ് ഇവനൊക്കെ എടുത്ത് ദൂരെ കളയണം. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. അതിന്റെ അല്ലേ അറിയുന്നത്. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ കൊടുക്കട്ടെന്നേ, അവര് ഭരിക്കട്ടെന്നേ. ഇവനൊക്കെ 10-65 വയസ്സ് സീനിയർ സിറ്റിസൺ ആണല്ലോ. 1-2 പേര് മതി മന്ത്രിസഭയില്.
കുറച്ച് ചെറുപ്പക്കാർക്ക് കൊടുത്തു നോക്കട്ടെ, വ്യത്യാസം അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ രാത്രി ഒരു ഉരുളുപൊട്ടം ഉണ്ടാക്കി അവൻ എഴുന്നേറ്റ് വരുമല്ലോ. അത് ചെറുപ്പക്കാർ വേണം, ചെറുപ്പക്കാർ നയിക്കണം. ചെറുപ്പക്കാരാണ് വോട്ടർമാർ മുക്കാലും. അവരുടെ ചെറുപ്പക്കാർ പ്രാതിനിധ്യമല്ലേ വേണ്ടത്. ഇത് സോഷ്യൽ മീഡിയ ഒന്നും അറിയാൻ മേലെ ചുമ്മാ രാത്രി ഇരുന്ന് ഓരോരുത്തരും ചാറ്റ് ചെയ്യുന്നവന്മാരും ആ വോയിസ് മെസ്സേജ് പൊട്ടത്തരം കാണിക്കുന്നവന്മാരല്ലേ അവന്മാര്. അവർക്ക് ന്യൂ ജൻ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതിന് രാഹുൽ മാങ്കട്ടത്തിലൂടെ അടിച്ചതിന് തിരിച്ചടി ദൈവം കൊടുപ്പിക്കുന്നതാണ്. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും ഒരു പക്ഷേ. അതൊരു സർവേ നടത്തി നോക്ക്, 99% വീട്ടമ്മമാരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കും, അവൻ വോട്ടും ചെയ്യും. ചിലപ്പോൾ വിചാരിക്കുന്നതിന് അപ്പുറത്തൊരു വിജയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോകും പാലക്കാട്ട്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിളിക്കുന്ന, എന്റെ പേര് ലീലാമ്മ. സാറിന്റെ ക്യാമ്പയിനാണ് രാഹുൽ ഇത്ര ശക്തനായിട്ട് തിരിവരാൻ, അതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പാലക്കാട്ടും അതുപോലെ പറവൂരിൽ നിന്ന് മത്സരിക്കുന്നതിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാന്ന് പറഞ്ഞ് ഞങ്ങളൊരു വരുന്ന നമ്മുടെ ക്യാമ്പയിൻ, അതിലെന്താ നമ്മുടെ അഭിപ്രായം? എനിക്ക് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനത് കണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ സതീശനെ ഒന്ന് തോൽപ്പിക്കണം, അത്രേ ഒരാഗ്രഹമേ ഉള്ളൂ. ആ ഒറ്റ ഒരുത്തനാ രാഹുലിനെ ഈ കോലത്തിലാക്കി. ആ മകൻ എന്തേരം വേദന സഹിച്ചെന്നുള്ളത് ഇവൻ ചിന്തിക്കുന്നില്ലല്ലോ. ആ അമ്മയുടെ വേദന ചിന്തിക്കുന്നില്ല. ഇത്രയും ഇനിയും അവനെ തിരിച്ചെടുത്ത് പാലക്കാട് അവന് സീറ്റ് കൊടുത്തില്ലേ, സതീശന്റെ കഷ്ടകാലം കാണാൻ പോവാ. രാഹുലിനെ സതീശൻ തിരിച്ചെടുത്തിട്ട് രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കണം. രാഹുൽ രണ്ടിടത്തും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. അതിനൊരു സംശയവും വേണ്ട. രാഹുൽ ജയിച്ചിരിക്കും. എത്രയോ അമ്മമാരുടെ സഹോദരങ്ങളെ മാത്രമല്ല ഈ കേരളത്തിൽ, പാലക്കാട് തന്നെയല്ല, ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ട് രാഹുലിന്. ആ മകൻ വേദനിച്ച വേദന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതൊന്നും വന്നിട്ട് ജയിച്ചെന്നൊന്നും കണക്കാക്കണ്ട. ഇത് രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസിന് നാശമാണ്. സാറിന്റെ വാർത്ത ഒന്ന് ഇതെല്ലാരും ഒന്ന് കേൾക്കണം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് അറിയണം. ഇതെല്ലാം കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനുവേണ്ടി ഇപ്പൊ ഞാൻ വിളിച്ചത്. എന്റെ പേര് അസംകുട്ടി, സുൽത്താൻ ബത്തേരി. നമുക്കേ എന്താണ് രാഹുല് പാലക്കാടും മത്സരിക്കണം, പറവൂരും മത്സരിക്കണം. ഓൻ ജയിച്ച് കാണണം, അതാണ് നമ്മളെ ആഗ്രഹം. കാരണം ഓൻ വളരെ പാവപ്പെട്ട ഒരു ചങ്ങായിയ. ഓനെ നിരാശാക്കി കളഞ്ഞാൽ നമ്മൾ എന്നേക്കും വലിയൊരു തെറ്റേരാവും. ഓൻ രണ്ടിടത്തും ജയിക്കണം, എന്നിട്ട് മറ്റവനെ നേരാക്കണം. കാരണം ഇങ്ങനത്തെ ഒരു അവഹേളിത്തരം മറ്റവൻ കാണിക്കാൻ പാടില്ല. മൊത്തത്തിൽ ചെയ്തു പോയില്ലേ നമ്മളെല്ലാരും. അതിന് നമ്മൾ രാഹുലിനെ കൊണ്ട് തന്നെ സമാധാനം പറയിപ്പിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. വേറെ നേതാക്കന്മാരൊക്കെ പല വിധത്തിലുണ്ടെങ്കിലും ഓനോട് എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം നമുക്ക് തോന്നുകയാണ്. നേതാക്കന്മാരിപ്പോ പലതും ഉണ്ടല്ലോ, കാണാൻ പറ്റണു, കാണാൻ പറ്റാത്ത, വൃത്തിയേട് കാണിക്കണോലൊക്കെ. അവൻ കല്യാണം കഴിക്കാത്തൊരു ചെക്കനല്ലേ. ഓൻ ചിലപ്പോ ഓൻ്റെ അടുത്ത് തെറ്റുണ്ടാവും, അതൊക്കെ ക്ഷമിക്കേണ്ട കടമ നമ്മള് കാരണന്മാരിൽ തന്നെയല്ലേ. അപ്പൊ നമുക്ക് അവൻ ജയിക്കണം, രണ്ട് സ്ഥലത്തും നിൽക്കട്ടെ. തോൽപ്പിക്കണം, പാലക്കാട് ജയിക്കണം അല്ലേ? ജയിക്കണം, അതെ. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രാർത്ഥനകൾ ചെയ്യുക, അതിന് നമുക്ക് സഹായം ഉണ്ടാവും. എൻ്റെ അഭിപ്രായം അതാണ്. എന്താണ് ഇതുവരെ ഓനൊന്നും റീമാർക്ക് വന്നിട്ടില്ലല്ലോ, വേറെ കേസ് കൊണ്ടും ഒന്നുകൊണ്ടും. അപ്പൊ നമുക്ക് അവൻ ജയിക്കണം. അല്ല, ഇത് ശരിക്കും ഇവനെ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ചതി തന്നെ ആയിരുന്നില്ലേ ഇത്? ചതി തന്നെയാണ്. അത് അവനെ മാത്രമല്ല, ഓൻ തൊടുന്നോലെ മുഴുവൻ ചതിക്കാണ്. ഇല്ല നമ്മൾ ഭരണം ഇങ്ങനെ എന്താണെങ്കിലും ആയി പോവില്ല. ഓൻ വല്ലാത്തൊരു സാധനമായി പോയി. മരുത്താലിൽ നിന്നും വല്ലാതെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകാനാ മതി. കൊണ്ടുപോയ ആരും വെച്ചക്കൂല അവന്. ഓന്റെ കാര്യം മാത്രം നോക്കിക്കാണ്ട് കാര്യങ്ങൾ നേടാന്നില്ല ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അൻവറിന്റെ വിഷയത്തിലും ഇവൻ നാണം കെട്ടില്ലേ? അൻവർ അടഞ്ഞ അധ്യായമാണ്, എടുക്കൂല എന്ന് പറഞ്ഞിട്ട്. അതിന് ഇവന്റെ കാര്യം കഴിഞ്ഞിട്ടും വേറെല്ലോൽക്കും നേടി നിൽക്കാൻ സാധിച്ചില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടിക്ക് ചാൻസ് ഉണ്ട് പറയാന്. കുഞ്ഞാലിക്കുട്ടി പറയുമ്പോ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെടും. അത് കണക്കൂട്ടിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി പറയാതെ ഇരിക്കാൻ കാരണം. ചെറിയൊരു മൗനസമ്മതം ഓന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന് എതിർപ്പ് എല്ലായിടത്തുനിന്നും കൂടി ഉണ്ടായപ്പോ പിന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് മുണ്ടാട്ടല്ലാതെ ആയിപ്പോയി. എന്താണെങ്കിലും പിന്നെ അത് വീണ്ടും എടുത്തു അൻവർ. അല്ല, അത് ശരിക്ക് ഈ വലിയ നിലപാട് ഞാൻ തീരുമാനമെടുത്താൽ മാറത്തില്ല എന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ അടിയായി പോയില്ലേ അത്? പിന്നെ ഒരിക്കൽ പറയാണ്ടോ, അതൊക്കെ സതീശന് റീമാർക്ക് തന്നെ, അതിനൊരു സംശയമല്ല. കാരണം ആദിക്ക് പറയണ്ട ആദിക്ക് പറയണം.
പിന്നീട് പറയേണ്ടത് പിന്നീട് പറയണം. ഇത് ഒടുവിന് പറയാമല്ലോ, മാവിക്ക് പറയാമല്ലോ, ഒപ്പാണ് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അതിലൊരർത്ഥമല്ല. ഞാൻ കോയമ്പത്തൂരാണ്, അധികം ഉണ്ടായാലും ഇപ്പോൾ കോഴിക്കോടുണ്ട്. ഇന്നത്തെ പ്രഭാഷണം ഡോക്ടർ തോമസ് സാറിൻ്റെ USA എന്നുള്ള അടിപൊളി വളരെ നന്നായിട്ടുണ്ട് സാർ. അതിലെടുത്ത് പറഞ്ഞത് മുസ്ലിം ലീഗിലും പറഞ്ഞത് ശരിക്ക് പറയേണ്ടതാണ്. അത് ചിലപ്പം വിട്ടുപോകാറുണ്ട്. കാരണം UDFൻ്റെ ഒരു ശക്തി പോലെയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിലും ഉണ്ട് സാർ പ്രായം ചെന്നവരും എല്ലാം മുതുകളന്മാരും പിടുത്തം വിടാത്തവരും ഉണ്ട്. അവർക്കും കൂടി ഒരു ഇതായി ആ വാർത്താ ന്യൂസ് സാറിനെ പ്രശംസിച്ചതും അതുപോലെ പ്രശംസിക്കുന്നു തോമസ് സാറിനെയൊക്കെ. ഞാനുള്ള സാർ 65 കൊല്ലം LDFൻ്റെ കയ്യിലുണ്ടായിരുന്ന ചരിത്രത്തിൽ 65 കൊല്ലത്തിന് ശേഷം UDF എടുക്കുന്ന ആ പഞ്ചായത്തിലാണ്, കുരുവട്ടൂർ പഞ്ചായത്തിൽ. ഞാൻ എൻ്റെ പരമാവധി സാറിൻ്റെ ന്യൂസുകളെല്ലാം ഷെയർ ചെയ്യാനും കാണുന്നവരോടൊക്കെ പറയുന്ന ഐറ്റുവായി വേറെ എൻ്റെ നാവിൽ വരുന്നില്ലൊന്നും പറയാൻ. ഞാനിട്ട് ആഗ്രഹിക്കുന്നുമില്ല ഒരു ചാനലിനെ പറ്റിയിട്ടും. ഞാനും 73 വയസ്സായ ആളാണ്. പല ജോലികളും പല ഇതും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരായിട്ട് പരിചയമുള്ള ആളാണ്. മഹാത്മ്യം പറയല്ല, യാഥാർത്ഥ്യമാണ് സാർ. അപ്പം സാറിലേക്കുള്ള മനസ്ഥിതി എത്തിപ്പെടാനും സാറിനോടുള്ള ബഹുമാനം തോന്നാനും സാറിൻ്റെ വാക്കുകളും അതുപോലൊരു മനസ്സാണ് എനിക്കുള്ളത്. അതുപോലെ തോമസ് സാറിന്, അതാണ് രാഹുൽ മാങ്കൂട്ടം, അതാണ് ഷാഫി പറമ്പിലൊക്കെ. ആ മനസ്സ് എല്ലാം ഒത്തൊരുമിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ഭരണം നല്ല രീതിയിൽ നടക്കട്ടെ, പ്രയത്നം സബലീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. VD സതീശൻ കേക്ക്. VD സതീശ, എടാ പൊന്നു മോനെ, എടാ സഹോദര, എങ്ങനെയെങ്കിലും നിനക്ക് ഇനി ഇറങ്ങി പൊയ്ക്കൂടെ? നീ ഇത്രയും വർഷം കിടന്നുകൊണ്ട് പണം ഉണ്ടാക്കിയില്ലോ. നാണവും മാനവും അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാജിവെച്ചു പോകണം. അതുപോലെ പിണറായി വിജയനും രാജിവെച്ചു പോകണം. ഇപ്പൊ ഇത് രണ്ടാമത് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു, സോണിയാഗാന്ധിയെ പിടിച്ചിട്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവരെ പിടിച്ച് ജയിലിലിടണം. അതിന് മോദിക്ക് വേണ്ടി കളവൊരുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്, ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത്? നിങ്ങൾ ദയവ് ചെയ്ത് ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എല്ലാവരും കൂടെ. പണ്ടാര കെട്ടുകളെ മനുഷ്യ സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങട്ടെ. ഒരു കിങ്ങിണിക്കുച്ചനും അവനും ഇവനും എല്ലാം വായി നോക്കികളും പല തെണ്ടികള്. ഇതാണ് രാജ്യം ഭരിക്കുന്നത്. ഇതാണ് ഇവരെ കണ്ടല്ലേ ബാക്കിയുള്ള പിള്ളേർ വരെ ഇവിടെ പഠിക്കുന്നത്. എടാ മഹാഭാവികളെ, ഒന്ന് ഇറങ്ങിപ്പോയില്ലടാ. പള്ളികളിലും അമ്പലത്തിലും എല്ലാം നേർച്ച നേരുന്നുണ്ട് സകല ജനങ്ങളും, കിളവികളും കെട്ടകളും ഒക്കെ. നാണവും മാനവും അന്തസ്സും അഭിമാനവും ഇല്ലടാ. 10 വയസ്സാക്കി വിവരമില്ലാത്തവന്മാരെ, ഉള്ള പൈസ എല്ലാം കട്ടുമുടിച്ച് ഖജനാവും മുടിച്ചോണ്ട് നടക്കുന്നവന്മാരെ വളിയും വിട്ട് നാറ്റിച്ച് എന്തിനാടാ കിടക്കുന്നത്? ബാക്കിയുള്ളവർക്ക് ഭരിക്കണ്ടേ? 10 വർഷമൊക്കെ ഭരിച്ചാൽ പോരേടാ. ഇറങ്ങിപ്പോയിനടാ മുതുമുത്തച്ഛന്മാരെ. അടിയും മുടിയും നരച്ചു വളിയും വിട്ട് നാറ്റിച്ചോണ്ട് നടക്കുന്ന പന്നവന്മാര്. നാട്ടുകാരുടെ നീതി പണം കൊണ്ട് ജീവിക്കാൻ മാത്രം തെണ്ടികൾ നടക്കുന്നു. മതി, കിട്ടിയതും കൊണ്ട് ഇറങ്ങല്ലേ. ദയവ് ചെയ്ത് ഇറങ്ങിപ്പോയിന് ഈ നാട് നശിപ്പിക്കാതെ. കേക്കച്ചന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? യുവം വന്നാൽ ഈ പണ്ടാര കെട്ടുകളെ അവനാ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. പിണറായിക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് സോണിയയുടെ പുറത്ത് കയറാന്. ഒരു പാവപ്പെട്ട ഒരു പെണ്ണും പിള്ളയുടെ ആ പിള്ളേരുടെ തന്തയില്ല, ആരുമില്ല. ആ കൂടി ആ തള്ളയും തന്തയും മോനും മാത്രമുണ്ട്. ഇനി അവരെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക പണ്ടാരങ്ങള്. എടാ, നീയെല്ലാം നശിച്ച് നാറാണ കല്ലിട്ട് നിങ്ങളുടെ സന്തതി പരമ്പര വരെ നശിച്ചു പോകും കേട്ടോ സതീശ. അതേപോലെ തന്നെ മുരളി, നീ എന്തിനാടെ കേട്ടോണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്? ഒരു കുറച്ചൊക്കെ ഇതുണ്ട്. നിന്റെ പെങ്ങൾ പോയിരിക്കുന്നുണ്ടല്ലോ കുറേയൊക്കെ. മോനെ ചിലക്കര ഹൈസ്കൂളിന്റെ അടുത്തല്ലേ നിങ്ങളെ സ്വന്തക്കാരൊക്കെ അവിടെ ജീവിക്കുന്നത്? എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം മോനെ. നിങ്ങൾ എന്തിനാടാ, നിങ്ങൾ മലയാളികളല്ലേ, മലയാളികൾക്ക് വേണ്ടി ജീവിക്കടാ. പാവപ്പെട്ടവരെല്ലാം വിടടാ. എന്തിനാടാ എല്ലാത്തിനും പിടിച്ച് ജയിലിലിടാൻ പോകുന്നത്? നാട് എന്തിനാടാ നശിപ്പിക്കുന്നത്? വിവരം കേട്ടവന്മാരെ, എന്തിനു വേണ്ടിയാടാ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവനെ പാർട്ടിയിൽ നിന്ന് ഇവന്മാര് പുറത്താക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്നും അതുപോലെ ഈ കേക്കച്ചന്റെ പറവൂരിൽ നിന്നും രാഹുൽ മത്സരിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? പാലക്കാട്ടെന്ന് പറഞ്ഞാല് ഈ പാലക്കാട്ടിലെ ജനങ്ങളെ ഇവന്മാർക്ക് അറിയത്തില്ല. ഞാൻ 55 വർഷം കൊണ്ട് പാലക്കാട് ജീവിക്കുന്നവളാ. ഉറപ്പായിട്ട് ജയിക്കും. ഞാൻ രാഹുലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ ചെറുക്ക, നീ ഇതെല്ലാം വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കടാ ചെറുക്ക. നീ വാ, എന്റെ വീടിന്റെ മുകളിലത്തെ റൂം നിനക്ക് തരാൻ വാടകയ്ക്കെന്ന്
ഞാൻ പറഞ്ഞതാ അവനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ. ഈ പാലക്കാട്ടെന്നല്ല, ഈ കോൺഗ്രസ് ഇപ്പൊ തോൽക്കണം. ഞാൻ ജനിച്ചു വീണതേ കോൺഗ്രസ് കുടുംബത്തില. ഞങ്ങളൊക്കെ ഒരു 10,000 വോട്ടെങ്കിലും കാണും. എല്ലാവർക്കും അറിയാം. ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവനൊക്കെ കുറച്ചൊക്കെ നല്ലവനായിരുന്നു. ആണോ മനവില്ല മക്കളെ, എൻ്റെ അനിയന്മാരെ, നിങ്ങൾ ഇങ്ങനെ വന്ന് നിരന്ന് നിൽക്കാന് ഒരു ചെറുക്കൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. ഇനി ആ സോണിയാഗാന്ധി അങ്ങ് വിട്, പാവങ്ങൾ ജീവിച്ചു പോട്ടെ. ആ കുടുംബം ഇനി ഒന്നുമില്ല. ആ ചെറുക്കൻ്റെ ഊപ്പാട് വന്നു, വായിട്ട് അലച്ച് ആ ചെറുക്കനും പെണ്ണിനും പാപം തോന്നുന്നു, കഷ്ടം തോന്നുന്നു. അപ്പം ആ മക്കളുടെ ശാപം കൂടെ ഏറ്റു വാങ്ങിക്കാതെ ഇറങ്ങി പോടാ സതീശ. നീന്റെ കറുത്ത മീശയും വെച്ച് വായും തെക്കോട്ടും വടക്കോട്ടും പോകുന്ന വായും പഴുത്ത മൂഞ്ചിയും നിന്നല്ലേ എന്തിനു കൊള്ളാം? ഊത്തപ്പണം നാറിയല്ലേ? വിളിച്ച ഊത്തപ്പണം നാറുന്ന എല്ലാത്തിനും ചരിത്രം, ഭൂമിശാസ്ത്രം, ഹിസ്റ്ററി എല്ലാം ഈ നാട്ടുകാർക്ക്, ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. തോമസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറയുന്ന കേട്ടില്ലേ? ഇറങ്ങിപ്പോയില്ലടാ, മതി, നിങ്ങൾ പഠിച്ചോട്ടെ, നിങ്ങളായി നിങ്ങളുടെ പാടായും പറഞ്ഞ് നിങ്ങൾ ടാറ്റ പറഞ്ഞു പോ, ടാറ്റ ബൈ ബൈ. ഒന്ന് ഇറങ്ങി. അയ്യേ, ഒന്നും ജയിക്കത്തില്ല. പറവൂരും വരത്തില്ല. മരടൊക്കെ അവന്റെ തൃക്കാക്കരയൊക്കെ അവരും വരുന്നതും പോകുന്നതും കാണാം. എല്ലാം നാടും അറിയുന്നവരാ. ഞങ്ങളൊക്കെ പുറത്തൊന്നും പറയണ്ടെന്ന് വെച്ചിട്ടാ. ഈ വിദ്യാഭ്യാസം ഇല്ല ഒന്നാമത്തെ കാര്യം. മാനവും ഇല്ലാതെ എന്തൊരു കഷ്ടമായത്. ഈ കേരളത്തിനെ ഇങ്ങനെ നശിപ്പിക്കണോ? എല്ലാം മലയാളികളല്ലേടാ. ഒന്നൊന്ന് ക്ഷമിക്കണടാ, ഒന്ന് സഹിക്കണടാ. എന്താടാ മീശം മറപ്പിച്ചോണ്ട് ഇങ്ങനെ? അടാ, ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ അറിയാവടാ, എല്ലാവർക്കും ജീവിക്കാൻ അറിയാം. നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ പിള്ളേരെ, ഇറങ്ങിപ്പോയിട്ട് ആ കൊച്ചു പിള്ളേരെ ജീവിച്ചോട്ടെ. നമുക്കതല്ലേ നല്ലത്. ആ ചെറുപ്പക്കാരെ വിട്, അവര് ഭരിച്ചോട്ടെ. നിങ്ങൾ പോയി സമാധാനത്തോടു കൂടി ജീവിക്കില്ലേ? മലയാളികളല്ലേടാ, ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് ഇറങ്ങാമോടാ? നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലായിരുന്നോ? സഹോദരങ്ങളില്ലായിരുന്നോ? അയൽവക്കക്കാരില്ലായിരുന്നോ? എന്തിനാടാ ജാതിയും മതവും ഇല്ലാതെ നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു നാടാടാ. എന്നെ നശിപ്പിക്കാതെ ഇറങ്ങിപ്പോയനാടാ. ദയവ് ചെയ്ത് എൻ്റെ പിണറായി സഖാവേ, നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയനെ രാജിവെച്ചിട്ട്. ഇതൊന്നും വേണ്ട, മതി, കിട്ടിയില്ലേ? ആവശ്യത്തിന് ജീവിക്കാനുള്ളത് കയ്യിലാക്കിയല്ലോ, അത് മതി. അതും കൊണ്ട് ഇറങ്ങിപ്പോയിക്കോ. ആര് വേണമെങ്കിലും ജീവിച്ചോട്ടെ, ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ. നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയി. ഈ രാജ്യത്ത് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ കിടക്കുന്നു, സഹിക്കാൻ വയ്യാതെ കിടക്കുന്നു. എത്ര പട്ടിണി പാവങ്ങളാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത്. അവർക്കും കൊതിയില്ലേ ഒന്ന് കയറി ഭരിക്കാന്? അവർ ഭരിച്ചോട്ടെ, നല്ല പിള്ളേർ ഭരിക്കട്ടെ. നിങ്ങളൊന്ന് ഇറങ്ങണേ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളെ നോക്കിച്ച് നോറോണം കൊല്ലിട്ട് നിങ്ങളുടെ കുടുംബം കുഴി തോണ്ടും ഇറങ്ങിപ്പോയില്ലെങ്കിൽ. മര്യാദയ്ക്ക് പറയുക, ഇറങ്ങിക്കൊള്ളല്ല. രാഹുൽ വിഷയത്തില് കേക്കച്ച സതീശ, നീ ആ ചെറുക്കനെ തിരിച്ച് വിളിക്ക് സഹോദര. നിനക്ക് നീ വിളിക്ക് അവനെ ആക്ക്. അവര് ഭരിച്ചോട്ടെ, നീ അങ്ങ് ഇറങ്ങി പൊയ്ക്കോ. നിന്നെ എല്ലാവരും നല്ല ഇതായിട്ട് ഇതെടുക്കും. ഒരു കൂടപ്പുറപ്പാണെന്ന് വിചാരിക്കും. അതേപോലെ എന്തിനാ ഇങ്ങനെ? നീ ദൈവത്തിനെ മറന്നു ഒന്നും നിങ്ങൾ ചെയ്യല്ലേ. മോളിലൊരുത്തൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും നല്ലതല്ല. ഇത് ഞാൻ ആരാ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കും. മാതാപിതാ ഗുരു ദൈവം ഇതിലൊരാളാണെന്ന് നീ കരുതിക്കേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.